തമിഴ്ത്തോട്ടം മേഖലയിൽ പട്ടികജാതി വർഗ വിദ്യാർത്ഥികൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങളാണ് കാരണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞു. പീരുമേട് എംഎൽഎ വാഴൂർ സോമന്റെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. കേന്ദ്ര നിയമം നിലനിൽക്കുന്നതിനാലാണ് വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാത്തത്. കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകളിൽ മാറ്റം വരുത്താൻ വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം ചേർന്ന് വിശദമായ പഠനം നടത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സർ, പ്രസ്തുത ഉത്തരവ് പ്രകാരം അപേക്ഷകന്റെ മാതാപിതാക്കളോ പൂർവികരോ 1950 പ്രസിഡൻഷ്യൽ ഓർഡറിന് മുമ്പ് സംസ്ഥാനത്ത് കുടിയേറി സ്ഥിരതാമസമാക്കിയവരും അവരുടെ സമുദായം ഈ സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ പട്ടികയിൽ ഉൾപ്പെട്ടതാവുകയും ചെയ്താൽ അങ്ങനെയുള്ളവർക്ക് ഈ സംസ്ഥാനത്തു നിന്നും അപ്രകാരമുള്ള സർട്ടിഫിക്കറ്റിന് അർഹതയുണ്ടായിരിക്കും. സർ, 1950 മുമ്പ് കുടിയേറിയവരുടെ തന്നെ സംഗതിയിൽ അവർ ഈ സംസ്ഥാനത്തെ പട്ടികജാതി പട്ടിക ഗോത്രവർഗ പട്ടികയിൽ ഉൾപ്പെടാതെ വരുന്ന കേസുകളിൽ അവർക്ക് ഈ സംസ്ഥാനത്ത് നിന്നുള്ള പട്ടികജാതി പട്ടിക ഗോത്രവർഗ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടാകില്ല. കൂടാതെ 1950 ശേഷം ഈ സംസ്ഥാനത്ത് കുടിയേറി താമസിച്ച പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗക്കാർക്ക് അവരുടെ സമുദായം ഈ സംസ്ഥാനത്തെ പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ സംസ്ഥാനത്ത് നിന്ന് പട്ടികജാതി പട്ടിക ഗോത്രവർഗ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടായിരിക്കില്ല. സാർ, ഇത് റവന്യൂ വകുപ്പിൻ്റെ അഭിപ്രായമല്ല. ഇത് കേന്ദ്ര ഗവൺമെൻറ് പുറത്തിറക്കിയ നോംസിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള സർക്കുലറിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. സാർ, കേന്ദ്ര സർക്കാരിൻ്റെ 8/4/1991 എഫ് നമ്പർ 120/11/11/94 BCC ക്ലോസ് C നമ്പർ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലേക്ക് കുടിയേറി പാർത്ത മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും മേൽ നിബന്ധനയോടെ ജാതി സർട്ടിഫിക്കറ്റ് അനുവദിച്ച് സംബന്ധിച്ച മാർഗരേഖകൾ 8/3/2019 GORT നമ്പർ 28/2019 BCDD നമ്പർ ഉത്തരവിലൂടെ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പട്ടികജാതി പട്ടിക വർഗ വികസന വകുപ്പും പിന്നോക്ക ക്ഷേമ വികസന വകുപ്പും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ പ്രകാരമാണ് റവന്യൂ വകുപ്പ് സാക്ഷ്യപത്രങ്ങൾ അനുവദിക്കുന്നത്. അത്രയേ റവന്യൂ വകുപ്പിനെ അനുവദിക്കാനാവുകയും ചെയ്യുള്ളൂ. പക്ഷേ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് നിലവിലുള്ള നിബന്ധനകളിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ചും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം നിയമവകുപ്പുകളുമായി ചേർന്ന് വിശദമായൊരു പഠനം നടത്തി കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ നിർദ്ദേശിക്കുന്നതിനും അങ്ങയുടെ സൂചിപ്പിച്ച നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ ഈ 3 വകുപ്പിൻ്റെയും മന്ത്രിമാർ ഉൾപ്പെടുന്ന ഒരു യോഗം ചേരാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് അങ്ങേ